ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നാടൻ താറാവ് കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം ഒരു പ്രഷർ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കുറച്ച് സമയം അതിനൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി സവാളയിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഇതിനൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വലിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നവരെ അതിനൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 3/4 കിലോ താറാവാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 2-3 വിസിൽ വരുന്നത് വരെ ഇതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. താറാവ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കറിയിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.